Greetings to you all in the wonderful name of Jesus this morning. കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഈ പ്രഭാതത്തിൽ എൻ്റെ വന്ദനം. It's an immense pleasure and joy to worship along with you, to lift the name of Jesus on high. നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിനെ ആരാധിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക എന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമാണ്. Irrespective of whatever designation positions we might hold in terms of a worldly occupation, there's nothing as great as being the servant of the living Lord. Amen. കർത്താവിൻ്റെ ദാസനായിരിക്കുന്നതിലും അതിനപ്പുറത്ത് മറ്റൊരു ഭാഗത്ത് ലോകത്തിൻ്റെ ഏത് വലിയ പൊസിഷനിൽ ഇരുന്നാലും ദൈവദാസനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയത്. You see, what I've learned in my life through the various professional responsibilities and the spiritual dimension, one thing I've learned is none of us have anything that we come with, and none of us have anything that we can ever go back with. Hallelujah. Amen. ഞാൻ ഇത്രയും ലോക പരിചയത്തിൽ പല കാര്യങ്ങളിൽ പ്രൊഫഷണൽ ജോലി സംബന്ധമായ പല മേഖലകളിൽ പ്രവർത്തിച്ചതിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, നമ്മളിവിടെ കൊണ്ടുവന്ന ഒന്നും തന്നെ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല. The greatest thing you can ever talk about is Jesus and his love. യേശുവിനെയും അവന്റെ സ്നേഹത്തെയുമാണ് നമുക്ക് ലോകത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും മെച്ചപ്പെട്ട കാര്യം. But the world today has no time to talk about Jesus and his love. They have many other things to talk about. But you and I are a different breed in the presence of the Lord. Hallelujah, glory to God. Amen. എന്നാൽ ഇന്ന് ലോകത്തിന് അത് സംസാരിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ സമയമില്ല. അവർക്ക് ഒത്തിരി മറ്റു കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഒരു പ്രത്യേക തരമാണ് യേശുവിനെ കുറിച്ചും അവന്റെ സ്നേഹത്തെ കുറിച്ച് പറവാൻ സ്പെഷ്യലി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Hallelujah, that's the joy of a believer. Amen. അതാണ് നമ്മളിവിടെ ജീവിക്കുന്നതിന്റെ സന്തോഷം. If you turn with me to the book of Colossians chapter 3 and the first verse. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് എന്നോടൊപ്പം It goes like this: if you have been risen with Christ, or since you have been risen with Christ, set your mind on things above, where Christ is seated at the right hand of the Father. അവിടെ എങ്ങനെയാണ് പറഞ്ഞത്? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ. Hallelujah. Amen. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, that എങ്കിൽ is a very big എങ്കിൽ out there. അവിടെ എങ്കിൽ എന്ന വേർഡ് അവിടെ കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണത്. Since you have been risen, or if you have been risen with Christ, set your mind on things above. I like that word set out there. അവിടെ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. മലയാള ബൈബിളിൽ സെറ്റ് എന്ന വേർഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഉയരത്തിൽ നിങ്ങളുടെ മനസ്സിനെ വെക്കുക എന്നാണ്. You'll see set എന്നുള്ള വാക്ക് second verse ൽ വന്നോളൂ. 2-ാം വാക്യത്തിൽ അത് വരുന്നുണ്ട്. The thing is, seek things which are above, in the right hand of the Father. Hallelujah. പിതാവിന്റെ വലതു ഭാഗത്തുള്ള ആ ഉയരത്തിലുള്ളത്. This morning I'm asking you, when we came in for this fasting prayer today morning, how many of us are really thinking about heaven and the throne in heaven and nothing else? ഇന്ന് രാവിലെ നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയിലേക്ക് വന്നിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്, നിങ്ങളിൽ എത്ര പേരുണ്ട് വാസ്തവമായി ഉയരത്തിലുള്ളത് സ്വർഗത്തിലുള്ളത് മാത്രം ചിന്തിച്ചു കൊണ്ട് വന്നിട്ടുള്ളത്? Absolutely nobody. I'm worried about my wife, my child, my car, my house, my salary, my job, my problem, and even my ministry. വാസ്തവമായിട്ട് നമ്മൾ എല്ലാവരും അങ്ങനല്ല. ഞാനും ഭാരപ്പെടുന്നത് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കാർ, എൻ്റെ ബിസിനസ്, എൻ്റെ വീട്, എൻ്റെ ജോലി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. And that is why we are here in the fasting prayer. Oh God, at the end of 21 days I need a breakthrough. Hallelujah. Amen. അതുകൊണ്ടാണ് നമ്മൾ 21 ദിവസം ഉപവസിക്കുന്ന. കർത്താവേ, ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കും എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉന്നേറ്റം, ഒരു മാറ്റം ഉണ്ടാകണം. But you know what the Holy Spirit tells us today? The privilege of being in a fasting prayer is so that you will set your mind on things above. Amen. Hallelujah. ആത്മാവെന്ന പ്രഭാതത്തിൽ നിങ്ങളോടുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന അറിയാമോ, ഉപവസിക്കുന്നവന്റെ ഏറ്റവും വലിയ ഭാഗ്യ പദവി എന്നാണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയത്തെ ഉയരത്തിലുള്ളതിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കും. Amen. That is why Colossians chapter 3, now read verse number 2. It's even more beautiful. It says, set your mind on things above and not on earthly things. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ ഉള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. You know, when that word of God was given, the Lord knows how intelligent we are. വചനം നമുക്ക് നൽകുമ്പോൾ നമ്മൾ എത്ര സാമർത്ഥ്യമുള്ളവരാണ്, ബുദ്ധിമാന്മാരാണ് ദൈവത്തിന്. That is why he has given the second half of the verse. അതുകൊണ്ടാണ് 2-ാമത്തെ ഭാഗം ഇങ്ങനെ തന്നിരിക്കുന്നത്. Otherwise we could have just said, no, set your mind on things above. We are all great believer Christians who can understand.
ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ചിന്തകൾ ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ക്രിസ്ത്യാനികളാണ്, നമുക്ക് അതിന്റെ രഹസ്യമൊക്കെ നന്നായിട്ട് അറിയാമെന്ന് ദൈവത്തിന് അറിയാം. But I want you to look at the second half, not on things of the earth. Are you ready, believer, church? അടുത്ത ഭാഗത്ത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത്. ഈ ഭൂമിയിലുള്ളതല്ല ദൈവം എന്ന കമ്മിറ്റ്മെന്റോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റുമോ? Can we stand? Things on the earth. Can we commit in the presence of the Lord? Lord, I have not come here to pray for earthly things. I have not come here to pray for material things. I have not come here to fast and pray to get something that this world can offer. Rather, Lord, I have come here to look above. Oh, I need something uniquely different from your presence, Heavenly Father. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ പറയാൻ കഴിയും, കർത്താവേ, ഞാനൊരു ഭൗതിക കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ഈ ഭൂമിയിൽ തീർന്നു പോകുന്ന ഒരു വിഷയത്തിന് വേണ്ടിയിട്ടല്ല ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, മറിച്ച് സ്വർഗത്തിൽ പിതാവ് എനിക്ക് തന്നിരിക്കുന്ന ആ വലിയ നിക്ഷേപങ്ങൾക്ക് വേണ്ടി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഉപവസിക്കുന്നതും. That is not a normal human behavior, brother, sister. അതൊരു സാധാരണ മാനുഷിക സ്വഭാവം അല്ല, പ്രിയ സഹോദരൻ. That is not even a normal believer's behavior, brother, sister. അതൊരു സാധാരണ വിശ്വാസിയുടെയും പെരുമാറ്റമല്ല. It is the behavior of somebody who's adorned with the body of Christ in his life. Amen. അതാ ക്രിസ്തുവിന്റെ ശരീരമായി തീർന്നിരിക്കുന്ന ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ്. When you say it is no longer I who live but Christ who lives in me, that becomes your behavior. Receive it in the name of Jesus today. Hallelujah. ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതവന്റെ സ്വഭാവമായി, അതവന്റെ മനോഭാവമായി മാറുകയാണ്. Amen. There is one more beautiful verse in the Bible that the Holy Spirit taught me during my time of prayer. എന്റെ പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു മനോഹരമായ വേദഭാഗം ഇങ്ങനെയാണ്. If you should not set your mind on things of this earth, then you have to be a different person. നീ സ്വർഗത്തിലുള്ളതിലേക്ക് നിന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കാതെ ഭൂമിയിലുള്ളതിലാണ് ഏകാഗ്രമാക്കുന്നെങ്കിൽ നീ ഒരു വേറൊരു മനുഷ്യനായിരിക്കും. And if you want to be that different person, please read Romans chapter 14 verse number 7. അങ്ങനെ ഒരു വ്യത്യസ്ത മനുഷ്യനായി തീരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ റോമർ 14:27 വായിച്ചു നോക്കുക. Romans chapter 14 verse 7, it goes like this: none of you lives for yourself and none of you dies for yourself. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നുമില്ല, നമ്മിൽ ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. If that is the case, Pastor, what are we sitting here for this morning? ഇന്ന് പകൽ നമ്മൾ ആ കേസിലാണ്, ആ വിഷയത്തിനകത്താണ് ഇവിടെ ഇരിക്കുന്നത്. Let me ask you, Exodus Church, what is this 21 days fasting prayer for? I need something in my house, I need something in my work, I need some change in my health, I need change in my finances, I need my children's future to be good, and all those things of this earth are the reason have we come for fasting prayer? ഇന്ന് പകൽക്കാല എക്സഡസ് സഭയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ 21 ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ എന്നെ മിറക്കിൾ നടക്കണം, എനിക്കിത് വരണം, എൻ്റെ കുടുംബത്തിൽ എന്നത് വേണം, എൻ്റെ ജോലിയിൽ ഒരു മുന്നേറ്റം വേണം, ഇതിനായിട്ടാണോ ദൈവം നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്? If there is a word of God like this that says you don't live for yourself, neither do you die for yourself, what is it that we are wasting our time in trying to pray for material things here? നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുകയോ തനിക്കായി തന്നെ മരിക്കുകയോ ഇല്ല എന്ന് ദൈവവചനം ഇങ്ങനെ നമുക്ക് മുമ്പിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നതിൽ എന്താണ് അർത്ഥം? Am I somebody who respects the word of God the way that I should? ഞാൻ ബഹുമാനിക്കേണ്ട നിലയിൽ ദൈവവചനത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണോ? Brother, sister, if my mind is not set on things above, if I don't realize that I don't live for myself, what kind of a worship am I rendering to the almighty living God today? എൻ്റെ ഹൃദയത്തെ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ആരാധിച്ച് സമയം വൃഥാവാക്കുന്നത്? That means on the 17th day of your fasting prayer, the Lord Jesus wants to raise your spiritual level to a different dimension. Receive that power in the name of Jesus this morning. Hallelujah. നിങ്ങളുടെ ആത്മീക തലത്തെ കുറെ കൂടെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എഴുന്നേറ്റ് സ്വർഗീയ ചിന്തകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിക്ഷേപിക്കുക. Look at verse number 8 of Romans chapter 14 as well, the 8th verse. ആ 14-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. If you live, you live for the Lord. If you die, you die for the Lord. Whether we live or die, we belong. Hallelujah to the Lord. Amen. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. Hallelujah. Give a big shout of hallelujah to the King of Kings. Amen. Glory to God. Hallelujah. Then you can sing that song, കഷ്ടമങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. എങ്കിലേ നമുക്ക് ആ പാട്ട് ധൈര്യമായിട്ട് പാടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പാടിയതൊക്കെ കള്ളത്തരമായിരുന്നു ഇതുവരെ.
ദൈവ സാന്നിധ്യത്തിൽ the truth and the integrity that God expects is from your heart, brother, sister. Amen. ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഹൃദയത്തിന്റെ പരമാർത്ഥതയും ഹൃദയത്തിന്റെ സത്യസന്ധതയുമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. Hallelujah. Glory to God. I will show you one depth, one very deep reason from the Bible that the Lord personally taught me. എന്നോട് കർത്താവ് വ്യക്തിപരമായി ഇടപെട്ട ആഴമുള്ള ഒരു കാര്യം നിങ്ങളുമായി ഇന്ന് പകൽക്കാലം ഞാൻ പങ്കുവെക്കാം. You know, we all know the story of Abraham went to sacrifice Isaac. Every Christian knows that. എല്ലാ ക്രിസ്ത്യാനികൾക്കും സുപരിചിതമായ ഒരു കഥയാണ്. അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് യാഗമർപ്പിക്കാൻ പോയി. But the Holy Spirit taught me one very, very small point that we have all missed till today morning. ഇന്ന് പ്രഭാതം വരെയും നമ്മൾ നഷ്ടമാക്കി കളഞ്ഞ ഒരു ചെറിയ വിഷയം അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. That is the speciality of Abraham's heart and commitment before God. അതാണ് ദൈവത്തിന്റെ മുൻപിലുള്ള അബ്രഹാമിന്റെ സമർപ്പണത്തിന്റെയും പരമാർത്ഥതയുടെയും അനുഭവം. Can you turn to the book of Genesis chapter 22 verse number 3 please? ഉൽപ്പത്തി പുസ്തകം 22:3 നിങ്ങൾ എന്നോട് കൂടെ തുറക്കാമോ? Genesis 22 verse number 3. It's a very, very familiar portion that we all know. Let's just read that verse for a minute. ഒരു മിനിറ്റ് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. So Abraham rose up early in the morning, he saddled his donkey, and he took 2 of his young men with him, and Isaac his son, and he split the wood for the burnt offering, and he arose and went to the place which God had told him. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാർ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്ത് പോയി. This is a very normal verse that we all read, nothing very special in it, correct? നമ്മൾ സാധാരണയായി വായിക്കുന്ന ഒരു വേദഭാഗമാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ കാണാറില്ല. But you know, one speciality that the Holy Spirit showed me in that verse is, എന്നാൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേകത എനിക്ക് കാണിച്ചു തന്നത്, Abraham got up early in the morning and he saddled his donkey, perfectly fine, no problem. അതികാലത്ത് അബ്രഹാം എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, പ്രശ്നമില്ല, വളരെ നല്ല കാര്യം. He took 2 of his young men which are his servants with him, 2 വേലക്കാരെ തന്നോടൊപ്പം എടുത്തു. and he took Isaac also with him. തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി. And then comes the problem, who split the firewood? He split the firewood. Hallelujah. ആരാണ് വിറക് കീറിയത്? അവൻ വിറക് കീറി. Brother, sister, if you and I have a servant, will you cut the firewood or tell the servant to cut the firewood? എനിക്ക് നിങ്ങൾക്കും വേലക്കാരുണ്ടെങ്കിൽ വിറക് കീറാൻ വേലക്കാരനെ വിടുവോ, നിങ്ങൾ ചെയ്യുവോ? Amen. I want you to look at that verse. He split the firewood. Hallelujah. അവൻ വിറക് കീറി. Brother, sister, this morning, Exodus Church, I want you to know, when you do something for the Lord, do it wholeheartedly. When you do something for the Lord, even if it is a minuscule act, better be sincere about the way in which you conduct yourself in the presence of your God. പ്രിയ എക്സോഡസ് സഭയിലെ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ കർത്താവിനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പരമാർത്ഥ ഹൃദയത്തോടെ ചെയ്യുക. ഏറ്റവും ചെറിയ കാര്യമാണെങ്കിൽ പോലും ദൈവത്തിനായി ചെയ്യുന്നു. Hallelujah. Glory to God. Amen. ചെയ്യുക. Amen. ഞാൻ വലിയ മുതലാളിയാ, ഞാൻ വിറക് കീറത്തില്ല. That does not fit in the presence of God. Glory to God. Hallelujah. Amen. എനിക്ക് വിറക് കീറാൻ പറ്റത്തില്ല, അത് ദൈവസന്നിധിയിൽ യോജിച്ച കാര്യമല്ല. Hey man, when my servants are watching, I'm no modalali in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ വേലക്കാർ നോക്കുന്നുണ്ടെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ മുതലാളി. I better be a servant in the presence of my King of Kings and Lord of Lords. എൻ്റെ രാജാവ് കർത്താവിന്റെ മുമ്പിൽ ഞാൻ ഒരു വേലക്കാരൻ മാത്രമാണ്. Brother, sister, status doesn't work, attitude doesn't work, your prestige doesn't work, your social standing doesn't work. When you come to the presence of the Lord, you're a nothing. ദൈവ സാന്നിധ്യത്തിൽ വരുമ്പോൾ നിന്റെ സ്ഥാനമോ നിന്റെ മാനമോ നിന്റെ പദവിയോ നിന്റെ പണമോ വേല ചെയ്യത്തില്ല. അതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ നീ ഒന്നുമില്ല. You know what? If Abraham cannot split the firewood to sacrifice to God, that sacrifice is unfit to be acceptable by God. Amen. ദൈവത്തിന്റെ സന്നിധിയിൽ അബ്രഹാം വിറക് കീറിയില്ലായിരുന്നു എങ്കിൽ ദൈവം മുൻപാകെ കഴിച്ച യാഗം തന്നെ അവൻ വൃഥാവായി പോയേനെ. Hallelujah. You know, every piece he cut, 1 piece, 2 piece, it is Isaac. Oh, it pains the heart of the father. Hallelujah. Not easy, brother, sister. Glory to God. വിറക് കീറുമ്പോഴും ആ ഓരോ കഷ്ണത്തിലും തന്റെ മകനായ ഇസഹാക്കിനെ അബ്രഹാം കാണുകയാണ്. ഓരോ വിറക് കഷ്ണം കീറുമ്പോഴും തന്റെ ഹൃദയം തന്റെ മകനെ ഓർത്ത് നുറുങ്ങുകയാണ്. Amen. The more than cutting Isaac into 2, splitting the firewood is more painful. Hallelujah. Glory to God. ഇസഹാക്കിനെ യാഗപീഠത്തിൽ വെച്ച് വെട്ടുന്നതിനേക്കാൾ വേദനാജനകമാണ് അവനെ ദഹിപ്പിക്കാനുള്ള വിറക് കഷ്ണങ്ങൾ കീറിയെടുക്കുന്നത്. You know, the final sacrifice is 1 cut, it is over in 1 second. അവസാനത്തെ യാഗം ഒറ്റ വെട്ടാണ്, ഒറ്റ സെക്കൻഡിൽ തീരുന്നതാണ്. But splitting the firewood is more probably a half an hour job. Not easy, brother, sister. Hallelujah. വിറക് കീറുക എന്നത് ഒരുപക്ഷെ മണിക്കൂറുകൾ എടുക്കുന്ന ജോലിയാണ്. അതത്ര എളുപ്പമുള്ളതല്ല, ലാഘവമുള്ളതല്ല.
But Abraham, who knew one thing, I don't live for myself, I live for my God. Hallelujah. Glory to God. Amen. കാര്യം അറിയാം, ഞാൻ എന്നെയല്ല എനിക്കായിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ ദൈവത്തിനായി ജീവിക്കുകയാണ്. And the gift in my life of Isaac is a gift from God. Let God take it back. No problem. എന്റെ കയ്യിലിരിക്കുന്ന ഐസക് എന്ന ദാനം എനിക്ക് ദൈവം തന്നതാണ്, അവനത് എടുത്താലും വിഷയമല്ല. Brothers and sisters, that Abraham did not tell his wife Isaac he's such a terrible husband. അവൻ ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ പോകുന്ന കാര്യം സാറയോട് പോലും പങ്കുവച്ചില്ല. He did not even tell his son Isaac. He's asking, Appa, where is the lamb for the sacrifice? He says, God will give. മകനോട് പോലും അത് രഹസ്യം പറഞ്ഞിട്ടില്ല. അപ്പ ആട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ യഹോവ കരുതിക്കൊള്ളൂ എന്നാ പറഞ്ഞത്. In the eyes of a worldly wife, he is a cheating husband. മൗതികമായ ഒരു ഭാര്യയുടെ കണ്ണിൽ അബ്രഹാം വഞ്ചിക്കുന്ന ഭർത്താവ്. In the eyes of his own son, he is a father who tells a lie. ആ മകന്റെ കണ്ണിൽ, ഭൂമിയിലുള്ള ഒരു മകന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കള്ളം പറയുന്ന ഒരു അപ്പനാണ്. You know, one day the Holy Spirit told me, Saji, Abraham, just imagine you are Isaac. കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു, സാജി നീ ചിന്തിച്ചു നോക്ക്, നീ ഒരു ഐസക്കാണെന്ന് ചിന്തിച്ചു നോക്ക്. And when your father ties you on the thing and he puts a rope around you, he's taking the knife to beat you. Oh, the worst father in the world that I can ever have, a useless fellow. നിന്റെ അപ്പൻ നിന്നെ കയർ കൊണ്ട് വരിഞ്ഞു മുറുക്കി ഒരു യാഗപീഠത്തിന്റെ മുകളിലിട്ട് വെട്ടാൻ ഓങ്ങുവാണെങ്കിൽ നീ എന്ത് ചിന്തിക്കും? എന്റെ അപ്പനാണ് ലോകത്തിലെ ഏറ്റവും തെമ്മാടിയായ അപ്പൻ. Ayyo, I could not even go kiss my mummy and say, Mummy, I love you. And I couldn't even say one word to my mother. എന്റെ അമ്മയോ ഓടിപ്പന്ന് ചുംബിച്ച് അവളോടൊരു വാക്ക് പോലും എനിക്ക് പറയാൻ കഴിയത്തില്ല. This man is a heartless, useless father, the worst father in the world. ഈ മനുഷ്യൻ ഹൃദയമില്ലാത്ത ദുഷ്ടനായ ഒരു അപ്പനാണെന്ന് എനിക്ക് പറയാൻ കഴിയുക. But when the knife is on the nose of Isaac and the angel of the Lord shouts, Abraham, Abraham, don't touch the lad. Hallelujah. Then Isaac sees what a wonderful father he has got. Amen. Receive it in the name of Jesus today. അബ്രഹാം ഇസ്ഹാക്കിന്റെ നേരെ ആ കത്തി ഓങ്ങുമ്പോൾ, ഇസ്ഹാക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ വിളിച്ചു പറയുകയാണ്, അബ്രഹാമേ, അബ്രഹാമേ, നിന്റെ മകന്റെ മേൽ കൈവക്കരുത്. ആ നിമിഷം ഇസ്ഹാക്ക് തിരിച്ചറിയുകയാണ് എത്ര അത്ഭുതവാനായ ഒരു പിതാവാണ്. Oh, hallelujah. My dear brothers and sisters, my father obeys God. My father is faithful to my God, and the Lord gives him the lamb for the sacrifice. My father is a special father. Hallelujah. Glory, glory, glory to the King of Kings. എന്റെ അപ്പൻ ദൈവത്തെ അനുസരിക്കുന്ന എനിക്ക് പകരമായ ഒരു ആടുകൊറ്റനെ നൽകുവാൻ ആ ദൈവം വിശ്വസ്തനായിരുന്നു. എത്ര സ്നേഹവാനായ അനുസരണമുള്ള ഒരു അപ്പനെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. Brothers and sisters, understand one thing, the perception of the world, forget it, brother, sister, don't attach any value to it. ഈ ലോകത്തിലെ ഏത് സമ്പത്ത് എന്തുമായിക്കൊള്ളട്ടെ, ദയവേത് അതുമായി നിങ്ങൾ പറ്റിച്ചേരരുത്, അതിനെ വിട്ടുകളക. Let your wife say what she wants, let your son say what you want. Can you be faithful personally in the presence of your God? Amen. Hallelujah. Receive it in the name of Jesus. Amen. മകൻ അവൻ ബോധിച്ചത് പറയട്ടെ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി ഇരിക്കാൻ കഴിയുമോ? Don't try to be a believer to show somebody. ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് കാണിക്കുന്ന വിശ്വാസിയാകരുത്. Don't come to church to prove to pastor. പാസ്റ്ററുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി ചർച്ചിൽ വരരുത്. Don't come to fasting prayer for marking attendance. I'm sorry. അറ്റൻഡൻസ് ഹാജര് രേഖപ്പെടുത്താൻ വേണ്ടി ഫാസ്റ്റിംഗിന് വരരുത്. My question to you is, what is your personal commitment at the feet of the Lord this morning? കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ സമർപ്പണം എന്താണ്? അതാണ് എന്റെ ചോദ്യം. Even if it is at the loss of your comfort and your peace, would you still come to the feet of the Lord and say, I will split the firewood, master? നിന്റെ ആശ്വാസത്തിന് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇന്ന് പകൽ നീ ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കാൻ വരുമ്പോൾ ആ യാഗത്തിന്റെ വിറക് നിനക്ക് സ്വയം കീറുവാൻ കഴിയുമോ? If you call Apostle Paul and ask for his biodata, you know what he will say? അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ ബയോഡാറ്റ ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും? I was hungry, I was naked, I was beaten up, I was thrown in prison, I was in shipwreck. I mean, nobody wanted me, everybody rejected me. So hallelujah, glory to the name of the Lord. Amen. ഞാൻ നഗ്നനായിരുന്നു, ഞാൻ ശീതം അനുഭവിച്ചു, കപ്പൽ ഛേദത്തിൽപ്പെട്ടു, സഹോദരന്മാരാൽ ഒറ്റപ്പെട്ടു, അനേക രാപ്പകൽ ഉറക്കമില്ലാത്തയായി, ഇതെല്ലാം ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തു, ലാഭമായിരുന്നതൊക്കെയും But if you ask Saji Abraham for a testimony, Pastor, I went to Hyatt to have dinner. Pastor, my next day's breakfast was in Singapore. Pastor, I lived in the 5-star hotel. Pastor, my child was blessed. Pastor, so glory to God. What a stark difference in the testimony, my dear brothers and sisters. Glory to God. സജി ജോർജിനോട് ചോദിച്ചാൽ പറയും, എന്റെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന സ്ഥലത്തായിരുന്നു, അടുത്ത ലഞ്ച് ഞാൻ സിംഗപ്പൂരിലാണ്, എനിക്ക് ഉന്നത ജോലിയുണ്ട്, മകൾ എന്നെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള സാക്ഷിയുടെ വ്യത്യാസം? Brother, sister, this is what the Holy Spirit teaches us
us today. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് സഹോദരങ്ങളെ. If even by mistake you have the habit of boasting, please stop it, brother, sister, today. Hallelujah. ആണെങ്കിലും നിങ്ങളെ പ്രശംസിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ അവനെ ദൈവ സന്നിധിയിൽ താഴ്ത്തി കൊടുക്കുക. I'm telling you very openly, let the Malayali blood go and let the blood of Jesus flow. Hallelujah. Receive it in the name of Jesus today. Hallelujah. രക്തം മാറ്റിയിട്ട് യേശുവിന്റെ രക്തം അകത്ത് കയറട്ടെ. Brother, please put up Jeremiah chapter 9 verse 23, please. Hallelujah. Please take Jeremiah 9:23. Hallelujah. Receive it in the name of Jesus today. Amen. 9:23 നമുക്ക് വായിക്കാം. Let not the wise man glory in his wisdom. Hallelujah. Let not the mighty man glory in his strength, and let not the rich man glory. Give the Lord a big hand of praise in the temple of God. Hallelujah. Glory to God. Yes, brother. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. Oh, hallelujah, brother, sister. Oh, receive it today. This word is powerful. ഇന്ന് രാവിലെ സ്വീകരിച്ചാട്ടെ, ഇത് ശക്തിയേറിയ ഒരു വചനമാകുന്നു. I'm telling you today, this is the character of a child of God. ഞാൻ പറയാം, ഇതാണ് ഒരു ദൈവ പൈതലിന്റെ സ്വഭാവം. You know, when God blesses you more and more and more and there is abundance, learn to shut up in the presence of the Lord. Hallelujah. ദൈവം കൂടുതൽ 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 അനുഗ്രഹിച്ച് സമൃദ്ധിയിലേക്ക് നയിക്കുമ്പോൾ ദൈവ സന്നിധിയിൽ വായടച്ചിരിക്കാൻ പഠിക്കണം. Let's read the next verse, Jeremiah 9:24 as well. The 24th verse says, let the one who boasts in this, that he understands and knows me. Hallelujah. In this I, the Lord, take delight. Receive that, church, today. Hallelujah. Glory to God. Glory to God. എന്താ പറയേണ്ടത്? യഹോവയായ ദൈവം ഭൂമിയിൽ എനിക്ക് ന്യായം പ്രവർത്തിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതല്ലോ യഹോവയ്ക്ക് പ്രസാദമുള്ളത്. പാസ്റ്റർ, യഹോവയ്ക്ക് പ്രസാദമുള്ളത് നമ്മുടെ ബൈബിളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തുവാ കാണിച്ചു കൂട്ടുന്നത്? Amen. I'm asking you today, church, if this is what is pleasing to the Lord, idallayo യഹോവയ്ക്ക് പ്രസാദമുള്ളത്, if there is a word like that, വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യം ഉണ്ടെങ്കിൽ നമ്മുടെ പൊങ്ങച്ചമൊക്കെ എവിടെ എത്തുന്നു ഒന്ന് ചിന്തിച്ചു നോക്കാം. Amen. Hallelujah. Oh, receive it today. ഇത് ദൈവത്തിന് പ്രസാദമുള്ളതാണ് എങ്കിൽ where is our boasting? Brothers and sisters, I want us to know, ഞാനൊരു കാർ വാങ്ങിച്ച് I try to show it off, right? ഞാനൊരു കാർ വാങ്ങിയപ്പോൾ 10 പേരുടെ മുമ്പിൽ കാണിക്കാനാണ് ഞാൻ കൊതിക്കുന്നത്. My housewarming is a status show, right? എൻ്റെ വീട്ടിലെ പ്രതിഷ്ഠ ഒരു ഭയങ്കര സ്റ്റാറ്റസിനെ പ്രകടമാക്കുന്നതാണ്. And a child in the education is a publicity material, right? കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു പരസ്യമാക്കുന്ന ഒരു കാര്യമാണ്. I want you, church, to realize and understand the sensitivity of it. It is an aversion in the presence of God. God detests such statements. അങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കുമ്പോൾ അത് എത്രത്തോളം വിഷലിപ്തമാണെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. You must understand, you cannot worship the same Lord by having the same attitude. അതേ മനോഭാവത്തോടെ ആ ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. We are reading in Philippians chapter 2 and verse number 6. It says, he did not consider equality with God as something to be grasped. Please learn from Jesus. Status means nothing, brother. Hallelujah. ക്രിസ്തുവിന്റെ മനോഭാവത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ദൈവത്തോട് സമനായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ. Oh, his status didn't matter, his prestige didn't matter, his position didn't matter. Receive it in the name of Jesus. If your father Jesus is like that, I better be like that. Oh, hallelujah. അവന്റെ പദവി ഒരു വിഷയമല്ല, അവന്റെ സ്റ്റാറ്റസ് ഒരു വിഷയമല്ല, അവന്റെ ഔന്നത്യം ഒരു വിഷയമല്ല. അതാണ് ക്രിസ്തുവിന്റെ മനോഭാവമെങ്കിൽ ഇന്ന് പകൽ നമുക്കും അതേ മനോഭാവം അവനിൽ നിന്ന് സ്വീകരിക്കാം. Oh, brother, sister, I'm very openly telling you, when you drive to this church on a Sunday, would you like to come and park that best car that you have? If that is your attitude, you're unfit to come and worship in the presence of God. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സൺഡേ നീ ആരാധനയ്ക്ക് വരുമ്പോ നീ വന്ന് കാർ പാർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇറങ്ങുമ്പോൾ ഏറ്റവും നല്ലൊരു കാറിലാണ് ഞാൻ വന്നിരിക്കുന്ന മനോഭാവത്തോടു കൂടെയാണ് വരുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും മോശമായ. If you're coming to church to show your phone and show your watch and show your jewelry and the brand of clothing that you wear, you are defiling the temple of the living God. Understand that today. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിനെയോ വാച്ചിനെയോ വസ്ത്രത്തെയോ പ്രദർശിപ്പിക്കാനാണ് ആരാധനാലയത്തിൽ വന്നതെങ്കിൽ അതാണ് ഏറ്റവും ദോഷകരമായ, ഏറ്റവും ദുഷിച്ച ഒരു ആരാധന. Oh, a true child of God will adorn himself with humility, brothers and sisters. ഒരു യഥാർത്ഥ ദൈവ പൈതൽ താഴ്മ ധരിച്ചവരായി വരണം. You can be the richest person in Kochi town provided you're humble in the presence of God. Amen. കൊച്ചിയിൽ ഏറ്റവും സമ്പന്നനായിരിക്കാം, അത് ദൈവം നൽകിയതാണ്. നിന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുക. This is what the Lord wants us to understand and follow today. ഇതാണെന്ന് പകൽ നാം തിരിച്ചറിയേണ്ടവനും അനുഗമിക്കേണ്ടവനും ദൈവം ആഗ്രഹിക്കുന്നു. Brother, come back to Jeremiah 9:24, please. No, if you have anything to glory about, if you have anything to boast, it should be that you understand and you know your God. You look
look at that, that I am the Lord exercising loving kindness, judgment and righteousness, for in these I delight. But look at the second line, I am the Lord exercising loving kindness. But before that, you need to glory that you understand your God and you know your God. Understanding alone is no good. You have to know your God personally in your life. Receive that blessing today. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത്. ദൈവത്തെ ഗ്രഹിച്ചാൽ മാത്രം പോരാ, ഗ്രഹിച്ചും അറിഞ്ഞും ഇരിക്കണം. That is the thing. Amen. Hallelujah. You need to understand and you need to know your God. അവനെ ഗ്രഹിക്കുക, അവനെ അറിയുക. My dear brothers and sisters, this morning the Holy Spirit is very clearly touching some sensitive areas of our life. നമ്മുടെ ജീവിതത്തിലെ ചില വളരെ പ്രധാനമായി വികാരഭരിതമായി തൊടാൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. I'm telling you, brothers and sisters, unless there's a transformation in our personal life, our worship is unfit in the presence of God. നമ്മുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥ രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധന ദൈവ സന്നിധിയിൽ യോഗ്യമാകുന്നതില്ല. Amen. To understand this, I mean, you know, when the psalmist praised to God, Pastor, I was so touched by this portion that the Holy Spirit taught me. Psalm 141, first verse on that come. Psalm 141. സങ്കീർത്തനക്കാരൻ കർത്താവിനെ സ്തുതിക്കുന്ന രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാ വാസ്തവമായി തൊട്ടു. 141 first verse. You see, Lord, I am crying out to you. Please make haste to come to me and please give ears to my voice when I cry out to you. Sister, that is such a asking for appointment to God to pray. ദൈവത്തോട് അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്നത് പോലെ അനുവാദം ചോദി. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. Oh, my dear brothers and sisters, prayer is not a habit of a Christian. Prayer is understanding the greatness of your God. Hallelujah. Amen. ക്രിസ്ത്യാനിയുടെ ശീലമല്ല, പ്രാർത്ഥന ദൈവത്തെ അറിയുന്ന അറിവാണ്. Hallelujah. Amen. If I'm going before the Prime Minister of the country, I will go with appointment. I will keep the time. I'll do everything correctly. I'll be waiting so humbly just to meet that man. But when I come into the presence of God, I don't have the same appointment, same humility, same fear is not there in me. That means I disrespect my God. Hallelujah. Glory to God. പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് അനുവാദം എടുത്ത് ഭയത്തോടെ വിറയലോടെ ഔപചാരികതയോടെ അദ്ദേഹത്തിന്റെ അടുക്കൽ നിൽക്കുകയാണ്. പക്ഷേ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഭയവുമില്ല, ഭക്തിയുമില്ല, വിറയലുമില്ല, ഔപചാരികതയിലെ ഒന്നുമില്ല. അവന്റെ നാമത്തോട് ബഹുമാനമില്ലായ്മ കാണിക്കുന്ന Brother, sister, can we tell our God, Father, we've come into Exodus Church today morning. Would you hear my prayers, O Lord? നമുക്കൊന്ന് പറയാൻ പറ്റുമോ, പിതാവേ, ഈ എക്സോഡസ് ചർച്ചിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടവന് ഇന്ന് പകൽ ഇറങ്ങി വരണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? God, I have something to tell you about. Would you kindly listen to me? എനിക്ക് അങ്ങയോട് ചിലത് പറയാനുണ്ട്, ദയവായി എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? You know, ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതൊന്നുമല്ല, വായിക്കുന്ന വാക്കുകളല്ല. അതിന്റെ ഉള്ളർത്ഥം എന്താണെന്ന് അറിയാമോ? എൻ്റെ ദൈവമേ, നീ എത്ര വലിയവനാ അപ്പച്ചാ, അങ്ങയുടെ പാദത്തിൽ വന്ന് നിൽക്കാൻ പോലും ഞാൻ ഒന്നുമില്ല അപ്പച്ചാ. Glory to God. Hallelujah. The deep meaning of that word is nothing but, Lord, I am nothing. Amen. You just come and hear my prayer. That's all. Lord, I am not even anybody to pray to you, Lord. അങ്ങയോട് പ്രാർത്ഥിക്കാൻ പോലും Hallelujah. Glory to God. യോഗ്യതയുള്ളവനാണ്. Hallelujah. Church, can you accept this? Raise your hand and say a big thank you to the Lord today. നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കരമുയർത്തി ഒരു വലിയ സ്തോത്രം പറഞ്ഞാട്ടെ. Oh, what a wonderful God we serve. എത്ര അത്ഭുതവാന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. What an awesome and great God we serve. എത്ര മഹാനായ ഉന്നതനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. Brothers, you see, ഇത് വെറുതെ പറഞ്ഞുകൊണ്ട് നടന്ന പോരാ. It should show in the personal feeling you have to your God. ഇത് വെറുതെ വാക്കുകൊണ്ട് പറയുന്നതല്ല, നമ്മുടെ ഭാവം കൊണ്ടും നമ്മുടെ ശരീരഭാഷ കൊണ്ടും അത് വെളിപ്പെടുത്തിയ മതി. അതേ 141 സെക്കൻഡ് വേഴ്സ് ഒന്ന് ഇടാമോ? രണ്ടാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? Lord, may my prayer be set before you. അവിടെയും സെറ്റ് എന്നൊരു വാക്കുണ്ട് കേട്ടോ. May my prayer be set before you as an incense, and may the lifting up of my hands be an evening sacrifice. Oh, receive it today, church. Amen. പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. Oh, hallelujah. Exodus Church, I tell you, you know what you're doing for 21 days is fill the throne with incense. Are you ready for that? Hallelujah. 21 ദിവസം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ സിംഹാസനത്തെ ധൂപവർഗ്ഗം കൊണ്ട് നിങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. Brothers and sisters, I tell you, you know, you have to actually read Psalm 141 in the reverse order actually.
ശരിക്കും പറഞ്ഞാൽ 141 സങ്കീർത്തനം ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ നിന്ന് ആദ്യത്തെ വാക്യത്തിലോട്ട് തിരിച്ചു വായിക്കണം. ദൈവമേ, എൻ്റെ വായ അടച്ചിരിക്കുമ്പം അങ്ങേക്ക് ഞാൻ തരുന്ന പ്രാർത്ഥന അങ്ങേക്ക് ഒരു ധൂപമാണല്ലോ ദൈവമേ. സ്തോത്രം. Lord, when I shut up my mouth, then I pray, my prayer will be incense to your presence. And because I'm bringing you such beautiful incense, would you kindly listen to me, Father? Hallelujah. മനോഹരമായ Amen. പ്രാർത്ഥന എന്ന ധൂപവർഗ്ഗം ഉയരുമ്പോൾ അങ്ങന്റെ എൻ്റെ ചെവി ചായിച്ച് എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കും. How many of us yesterday evening at home, അവളെ പറ്റി അറിയാവോ, I'll tell you this എന്നിട്ട് ഇവിടെ വന്നു hallelujah, glory to God. Amen. Is this what we are? നിങ്ങൾ എത്ര പേര് ഇന്നലെ രാത്രി പല ഉറങ്ങാൻ വന്നതിന് മുമ്പ് ആ പുള്ളിക്കാരിയാണോ അങ്ങനെ എങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വന്ന് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണോ? Let's look at our Instagram, our Facebooks, our social media. Let's look at our prayer life. Let's look at who we were, the words we spoke. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്ക്. നമ്മൾ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണോ നമ്മളെന്ന് അവിടെ മനസ്സിലാക്കാൻ കഴിയും. Have we taken extra care that I'm speaking every word with this mouth with which I praise my God? So I have to be careful. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഇതേ അധരം കൊണ്ട് ഞാൻ പറയുന്ന ഓരോ ചെറുതും വലുതുമായ വാക്കുകൾ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ അധരങ്ങളെ സൂക്ഷിക്കുന്നുണ്ടോ? Brother, sister, you know when you can pray like this, you can pray, set a guard over my mouth, when your heart is set upon things above where Christ is seated on the right hand of the നിങ്ങൾ ഈ Father. പ്രാർത്ഥിക്കുമ്പോൾ യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ അപ്പാ ഹൃദയം സ്വർഗത്തിലേക്ക് കേന്ദ്രീകരിപ്പാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെയും അങ്ങ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം. Brothers and sisters, loose talk, coarse joking is not acceptable in the presence of God. അതുപോലെ പൊട്ടച്ചെല്ല്, കളിവാക്ക്, ചീത്തത്തരം ഇതൊന്നും ദൈവസന്നിധിയിൽ Oh hallelujah, receive it today. ആദ്യം രാവിലെ പ്രാപിച്ചാട്ടെ. I'm telling you, Exodus Church, if you're attending the fasting prayer here today, you should be the different citizen in Kochi who will never speak what the normal man speaks. Receive that blessing in the name of Jesus today. Hallelujah. സഭയെ നിങ്ങൾ കൊച്ചിയിൽ ആമേൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായി തീരണമെന്നുണ്ടെങ്കിൽ ആമേൻ സാധാരണ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ, സാധാരണ മനുഷ്യൻ പെരുമാറുന്നത് പോലെ നിങ്ങൾ ഇടപെടരുത്. എങ്കിൽ നിങ്ങൾ ഈ കൊച്ചിയിൽ വ്യത്യസ്തരായിരിക്കും. You will be different when you understand and you know your God. Hallelujah. ഗ്രഹിച്ച് ദൈവത്തെ അറിയുമ്പോൾ നീ ഒരു വ്യത്യസ്ത മനുഷ്യനായി മാറും. That is why, brothers, in my life the Lord has given me so many experiences in the corporate world. അതുകൊണ്ടാണ് കോർപ്പറേറ്റ് ലോകത്ത് എനിക്ക് ഒത്തിരി അനുഭവങ്ങളെ, വ്യത്യസ്തമായ കാര്യങ്ങളെ കർത്താവ് എനിക്ക് നൽകി. I'm going to share some pictures with you for you to see from my own life, so that the word of God needs to be connected with the personal living today. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെ പിക്ചേഴ്സിലൂടെ ഞാൻ കാണിച്ചു തരും. കാരണം ദൈവവചനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കത് ഗ്രഹിച്ചറിയേണ്ടവനാണ്. Revelation 21, 25 and 26, it says, the gates of heaven shall not be shut by all day, there shall be no night there. Then come to 26 and 27 and yes pastor, you can read that. 25. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. പാസ്റ്റർ എന്തുവാ കൊണ്ടുവരുന്നത്? ജാതികളുടെ മഹത്വവും ബഹുമാനവും. They shall bring the glory and honor of the nations. My dear brother, sister, what is the glory and honor of the nations? See, ജാതികളുടെ മഹത്വവും ബഹുമാനവും എന്താ? It is not your car, it is not your bank balance. അത് നിങ്ങളുടെ കാറോ നിങ്ങളുടെ ബാങ്ക് ബാലൻസോ അല്ല. It is not the dress you wear, it is not the money you have. അത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമോ നിങ്ങൾക്കുള്ള പണമോ അല്ല. The glory and honor of the nations is the glory of God that the people can carry over them. Amen. ജനത്തിന് ചുമക്കൊണ്ട് വരുന്ന ദൈവത്തിന്റെ മഹത്വമാണ് ജാതികളുടെ മഹത്വവും ബഹുമാനവും. That means Revelation 21 says a child of God, when he enters the kingdom of heaven, he's got the duty to bring the glory of the nations into the presence of God, to say, Father God, here is my ministry, so many souls won for the kingdom of heaven. Hallelujah. ദൈവപൈതൽ ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവന് കർത്താവിന്റെ മുമ്പിൽ പറയാൻ കഴിയണം, കർത്താവേ, ഇതാ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന അങ്ങയുടെ മഹത്വവും ബഹുമാനവും എന്ന് അവന്റെ മുമ്പിൽ പറയാൻ കഴിയണം. But the next verse, 27th verse, is even more dangerous. 27 അതിനേക്കാൾ അപകടകരമാണ്. But there shall by no means enter it anything that defiles or causes an abomination, or even if you speak a lie. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും, മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അങ്ങനെയെങ്കിൽ സഹോദരി, അശുദ്ധമായത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കത്തില്ല. There is anything defiled in our life, we should never enter into the heavenly kingdom. I will show you the verse for that. 1 Thessalonians chapter 4 verse number 7. 1 തെസ്സലോനിക്കർ
chapter 4 നാലിന്റെ ഏഴും എട്ടും ആദ്യം ഏഴും എട്ടും വാക്യങ്ങൾ ഒന്ന് First let's read verse number 7. 1 Thessalonians chapter 4 verse number 7. It says God has not called us unto unholiness but unto holiness. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. അങ്ങനെ അത് മനസ്സിലായിട്ടുണ്ടോ? Do we all know that? നിങ്ങൾക്ക് അതറിയാമോ? I'm asking you church, നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ തന്നെയാണോ അമ്മച്ചി എഴുതിയേക്കുന്നത്? ആണോ അതോ മാറ്റം ഉണ്ടോ? Is it same in your Bible? If it is not different in your Bible, then why is it in our life that we are carrying some impurities and uncleanness and walking around? അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില മലിനതകളും I'm asking you, child of God, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവജനമേ, നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ചോദിക്കുക, ഇങ്ങനെ ഒരു വചനം വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിൽ ഇതിനനുസരിക്കാത്ത ഒരു ജീവിതം എനിക്കുണ്ടെങ്കിൽ, with what will I stand in the presence of my God? ഇതുപോലെ പറയുന്ന ഒരു ജീവിതം വചനം എഴുതിയിരിക്കുമ്പോൾ അതിനൊത്തവണ്ണം ഒരു ജീവിതം എനിക്കില്ലെങ്കിൽ ഞാൻ ഇന്ന് ദൈവസന്നിധി നിൽക്കുന്നത് അടുത്ത എട്ടാമത്തെ വാക്യം ഒന്ന് ഇടാവോ? അത് ടെറിബിൾ ആകട്ടോ. പ്ലീസ് ചർച്ച്, ഐ വാണ്ട് യു ടു forgive me for the 8th verse. It says, I mean, the one who rejects this does not reject man, but you're rejecting the very God who gave you the Holy Spirit. I'm sorry. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ, വചനത്തെ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. If I'm neglecting the fact that God called me to holiness, ദൈവം എന്നെ വിശുദ്ധിക്കായി വിളിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഞാൻ അവഗണിക്കുന്നു എങ്കിൽ, my dear church, Exodus church, I want you to know, if you're living in unholiness, you're not rejecting your pastor who's a man, you're rejecting the God who gave you the Holy Spirit. എക്സോഡസ് സഭയെ നിങ്ങൾ മലിനതയിലാണ്, അശുദ്ധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററെ അല്ല നിങ്ങൾ അവഗണിക്കുന്നത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്ന ദൈവത്തെയാണ് നിങ്ങൾ അവഗണിക്കുന്നത്. Hallelujah. My dear brothers and sisters, this is something difficult to digest, right? പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്ക് ദഹിക്കാൻ ഇച്ചിരി പ്രയാസമുള്ളതാണ്. I will show you one more word with the Holy Spirit. Matthew chapter 5 verse number 48. Glory to God. മത്തായി സുവിശേഷം 5-ാം അധ്യായം 48 നിന്ന് ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Matthew chapter 5 verse 48. 5-ാം അധ്യായം മത്തായി 5:48. Therefore you shall be perfect just as your heavenly Father is perfect. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. പാസ്റ്റർ പ്രസംഗിക്കാൻ നല്ല വാക്യമല്ലേ? Yeah, it is very nice to preach. Beautiful. Big spirit and all will come. You'll roll also on the floor. ആത്മാവ് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ തറയിൽ കിടന്ന് ഉരുളാൻ പറ്റിയ സാധനം. ഭയങ്കര പവർ ഒക്കെയാ, ഭയങ്കര പെന്തക്കോസ്റ്റൽ സ്പിരിറ്റ് ഒക്കെ വരും പ്രസംഗിക്കുമ്പോൾ. Amen. But at the same time, be perfect as your heavenly Father is perfect is an instruction, brother, sister. നിങ്ങൾ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്നത് ഒരു മാർഗനിർദ്ദേശമാണ്, ഒരു ഉപദേശമാണ്. നിങ്ങളെ കൊണ്ട് അത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതത്തില്ലായിരുന്നു. If you cannot do it, God would not return like if that. it is there and it's an instruction of the Lord Jesus in the Bible, it is my better bound duty to obey to that. ദൈവവചനത്തിൽ കർത്താവ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അനുസരിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. Brothers and sisters, can we be perfect as the heavenly Father is perfect? Yes, we can. സ്വർഗീയ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് പൂർണ്ണരാകാൻ കഴിയുമോ? അതെ, നമുക്ക് കഴിയും. Glory to God. I tell you, brothers and sisters, the Holy Spirit is speaking to many today. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അനേകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. You know why Exodus Church can be a place with a difference? Because of people like that. If you have people like that, there'll be no church like you, brother. Receive it in the name of Jesus today. എന്തുകൊണ്ട് എക്സോഡസ് സഭ വ്യത്യസ്തമായിരിക്കുന്നു? ഇങ്ങനെ ദൈവവചനം അനുസരിക്കുന്ന ആളുകൾ ഇതിനകത്തുള്ളതുകൊണ്ട്. This is the purpose of living that God has called you and me to live for. നിന്നെ എന്നെയും വിളിച്ചിരിക്കുന്നത് ഈ ഉദ്ദേശത്തോടുകൂടെയാണ്, അതിനായി ജീവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. If your mind is set on things above where Christ is seated at the right hand of the Father, you better be perfect, because what you see there is perfection. Hallelujah. Amen. പിതാവിന്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നിടത്താണെങ്കിൽ അവനെ പോലെ നിങ്ങൾ സൽഗുണപൂർണരാകണം, എങ്കിലേ അവിടെ ഉള്ളത് എന്തെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുകയുള്ളൂ. Brother and sister, if I'm unpure, if I'm impure in the presence of God, I'm rejecting the God who gave me the Holy Spirit. What a terrible life that is. ഞാൻ ദൈവസന്നിധിയിൽ മലിനനാണെങ്കിൽ, അശുദ്ധനാണെങ്കിൽ, എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്ന ദൈവത്തെ ഞാൻ നിഷേധിക്കുകയാണ്. Matthew chapter 5 verse 8, brother, blessed are the pure in heart, for they will see God. മത്തായി 5:8, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ വാക്യം എല്ലാവർക്കും അറിയാമല്ലേ? നമുക്കെല്ലാം പല വർഷങ്ങൾ ആ വാക്യത്തിന്റെ മറുവശം എന്തെങ്കിലും വായിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ ശുദ്ധി ഇല്ലാത്തവന്മാർ, ഭാഗ്യമില്ലാത്തവർ ദൈവത്തെ കാണത്തില്ല.
We know the verse really. Hallelujah. Blessed are the pure in heart, for they shall see God. But the other side of the word, impure in the heart, for they shall never see They God. will cursed are the impure in heart, they will not see their God. ദൈവ ഹൃദയശുദ്ധി ഇല്ലാത്തവർ ശപിക്കപ്പെട്ടവരാണ്, അവർ ഒരിക്കലും ദൈവത്തെ കാണുകയില്ല. My dear brothers and sisters, the call to holiness is not a joke. വിശുദ്ധിക്കായിട്ടുള്ള വിളി ഒരു തമാശയല്ല. How many of us are taking that absolutely serious in our life today? എത്ര പേര് ഇന്ന് പകൽ അതിനെ ജീവിതത്തിൽ ഗൗരവത്തോടെ സ്വീകരിക്കും? You know what the Holy Spirit is telling you, church? സഭയെ നിങ്ങളോട് പരിശുദ്ധാത്മാവ് എന്താ പറയുന്നതെന്ന് അറിയാമോ? Unless you can live a holy life, your worship to the presence of God is not truthful. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദൈവസന്നിധിയിലെ ആരാധന ഒരു പ്രയോജനമില്ലാത്ത. എത്ര മെസ്സേജ് വേണേലും കേൾക്കാം, 21 പകരം 42 ദിവസം ഉപവസിച്ചോ, 0% വാല്യൂ. 21 പകരം 42 ഉപവസിച്ചാലും വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. Don't come for the feeling of a fasting prayer. ഉപവാസ പ്രാർത്ഥനയുടെ ഒരു വികാരഭരിതമായ ആവേശത്തിൽ നിങ്ങൾ കയറി വരരുത്. Can Kochi see an honest fasting prayer that the heaven will approve of? Receive it today. സ്വർഗം അംഗീകരിക്കുന്ന ഒരു പരമാർത്ഥമായ ഉപവാസം ഇവിടെ നടക്കുന്നുണ്ടെന്ന് കൊച്ചിക്ക് കാണാൻ പറ്റുമോ? My dear brothers and sisters, can we be people who are faithful in the presence of God today? ദൈവസന്നിധിയിൽ വിശ്വസ്തരായ ആളുകളായി നമുക്ക് മാറുവാൻ കഴിയും. Okay, I'll show you why it has to be true. Philippians chapter 2 verse number 3. ഫിലിപ്പിയർ ചാപ്റ്റർ 2 3-ാം വാക്യം. Third verse please. Philippians chapter 2. 2-ാം അധ്യായം അതിന്റെ 3-ാം എല്ലാവരും വാക്യം. Bible please take that verse. It says let nothing be done with selfish ambition or of conceit, but in lowliness of mind let each esteem the others better than us. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളും. Hallelujah. Hallelujah. My dear brothers and sisters, unless it doesn't come from the bottom of your heart, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുമാണ് അത് വരുന്നില്ല എങ്കിൽ that teeth will show. നമ്മുടെ പല്ലത് കാണിച്ചു കൊടുക്കും. Can you try it once more please? ഈ ദൈവവചനത്തിന് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വചനത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് let's try once more. Let us do it in obedience to the word of the ദൈവവചനത്തിന് ഞാൻ എന്നെ തന്നെ താഴ്ത്തുക, ഞാൻ അനുസരിക്കുക എന്ന് പറഞ്ഞ്. Can we just try tell the next person that you're better than me? As the mark of obeying this word of God, can we try once again to your neighbor? Can you see the lesser smile? കണ്ടോ, ചിരി കുറഞ്ഞത് കണ്ടോ? ശബ്ദമില്ല. It's very calm and neat and quiet. അത് വളരെ ശാന്തവുമാണ്, വളരെ സമാധാനപരമാണ്. ഇവിടെ love has increased too much. ഇവിടെ സ്നേഹം ഒരുപാട് വർദ്ധിച്ചു ഫ്രണ്ട് സീറ്റില്. Praise God. Hallelujah. That's the sincerity and honesty. Give the Lord a big hand please. കർത്താവിന് ഒരു കരമടിച്ച് അതിന് ആത്മാർത്ഥതയും തുറന്ന ഹൃദയവും. Brothers and sisters, we have to be faithful in the presence of God in matters like this. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവ സന്നിധിയിൽ നമ്മൾ വളരെ പരമാർത്ഥ ഹൃദയമുള്ളവരായിരിക്കണം. ഒരു എയർപോർട്ടിലോ ഒരു ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഒരുത്തൻ ക്യൂ അടിച്ചു പോകുന്ന കാണുമ്പോൾ വഴക്കിനൊന്നും പോകണ്ട. When that auto rickshaw driver comes in the wrong side, just smile man. It's okay. റോഡിൽ നമ്മൾ പോകുമ്പോൾ നിയമം തെറ്റിച്ച് വരുന്നവരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിശം ഉണ്ടാകാറില്ലേ? അതൊക്കെ മാറ്റിവെക്കാനാ. എൻ്റെ ആ ഒരു മിനിറ്റിന്റെ ദേഷ്യം, ആ ഒരു മിനിറ്റ് ഒരു വാക്ക് മതി ദൈവരാജ്യം എനിക്ക് ഇല്ലാതെ പോകാൻ. Hallelujah. 1 minute word is enough to lose my kingdom of God. See, I will just show you 3 verses that the Holy Spirit showed me. Galatians chapter 5 verse 19, 20, 21. 3 വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുതരാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19, 20, 21. 19 പാസ്റ്റർ മലയാളത്തിൽ വായിച്ചു. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, 20 വായിച്ചു. ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക. പാസ്റ്റർ, പിണക്കം and പക ഉണ്ടോ നമ്മുടെ അടുത്ത്? ആരോടെങ്കിലും ദേഷ്യം ഉണ്ടോ ജീവിതത്തിൽ? Hatred and contention. ഒരു ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടോ ജീവിതത്തിൽ? Is there anybody? Okay, പിണക്കം, പക, ജാരശങ്ക, ക്രോധം, ശാഠ്യം. ഒരു മിനിറ്റ് പാസ്റ്റർ, ക്രോധം എന്ന് പറഞ്ഞ ദേഷ്യം, it is nothing but anger. You can see the wrath, jealousy, wrath, anger. My dear brothers and sisters, Bible പറയുന്നത് ദേഷ്യം പോലും ദൈവസന്നിധിയിൽ പറ്റത്തില്ല. And then വായിച്ചാട്ടെ പാസ്റ്റർ, ശാഠ്യം and 21 please. 21 ദൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം,
വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് ഈ വക പ്രവർത്തിക്കുന്നവർ 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയറിന് പോയാലും ശരി ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. Are you ready to accept it today? That those who practice such things will not inherit the kingdom of small God. Even things like ഒരു ചെറിയ ദേഷ്യം, ഒരു ചെറിയ ജെല്ലസി, ഒരു ചെറിയ പക എന്നെ എൻ്റെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വചനം പറഞ്ഞ be perfect as your heavenly father is perfect. Hallelujah. Receive it today. ഒരു ചെറിയ ദേഷ്യം പോലും എന്നെ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്ത് നിർത്തുന്നെങ്കിൽ ഇന്ന് പകൽ സ്വർഗീയ പിതാവ് പൂർണ്ണനായി ഇരിക്കുന്നത് പോലെ നമുക്കും സൽഗുണ പൂർണ്ണരായി തീരാം. How sensitive am I to the presence of God? ദൈവസന്നിധിയിൽ ഞാൻ എത്രത്തോളം ശ്രദ്ധാലുവാണ്, എത്രത്തോളം എന്നെ കുറിച്ച് കരുതലുള്ളവനാണ്, മനസ്സിലാക്കുന്നവനാണ്. How careful am I in the presence of God? എത്രത്തോളം ഞാൻ എന്നെ കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുകയാണ്. നമുക്കെല്ലാം ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ പാസ്റ്ററെ? നമ്മുടെ ഒരു ഭയങ്കര we have a question, can I live like this? I will show you why you can live like that. Romans chapter 8 verse 11 please. എങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. I want you to look at if the spirit who raised Jesus from the dead that lives inside of you brothers and sisters. നമ്മൾ ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ പോരാ, ഹാപ്പി റിസറക്ഷൻ ഡേ എന്ന് പറഞ്ഞാൽ പോരാ. യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ, ആ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, receive it today. That is powerful brother. യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നിന്റെ ശരീരത്തിൽ പ്രൈഡ് വരും, കള്ളം വരും, കുന്നായ്മ വരും, കുശുമ്പ് വരും, ദേഷ്യം വരും. പക്ഷേ യേശുവിന്റെ ആത്മാവ് അതിൽ നിന്ന് നിന്നെ വിടുവിക്കും. If the spirit of Lord lives in you, receive it today in the name of Jesus. യേശുവിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ജഡപ്രവർത്തികളും നമ്മൾ ഉണ്ടെങ്കിലും അതിനെ നശിപ്പിച്ച് ദൈവജീവനെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഇന്ന് ഉച്ചയ്ക്ക് നമ്മളെ കൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറയാൻ പറ്റുമോ? കർത്താവേ, I am sorry Lord. Can we confess in this noon time, Lord, I am sorry for all those things in my life. കർത്താവേ, എനിക്ക് വേറെ എന്തെങ്കിലും വിടുതൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഈ ജീവിതത്തിൽ ഒരു പരിശുദ്ധ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഒരു വിടുതൽ ഒന്ന് തരണമേ ദൈവമേ. Glory, hallelujah. Great deliverance to live a holy life in my life. Oh hallelujah, Jesus. Give me a holy life. കർത്താവേ, എൻ്റെ സൗഖ്യത്തെ കാട്ടിലും give me that holiness Lord. Lord, give me holiness than the healing. And the financial breakthrough ne kaattalum, give me that holiness Lord. Give me the holiness than the financial breakthrough in my life. Lord, more than the house I desire, more than what my children need to get, please give me holiness Lord. ende veedinekal ende makkale, oh hallelujah, enikku vishuddhiya nalganame. My dear brothers and sisters, can this be the desire of your heart today? ഇന്ന് പകൽ നിങ്ങളുടെ ആഗ്രഹമായി തീരുമോ പ്രിയ സഹോദരങ്ങളെ? Can we look unto our God to say, Father God, I come to submit myself in your presence today? പിതാവിന്റെ മുഖത്തേക്ക് നോക്കി, പിതാവേ, ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറയാം. Amen, hallelujah. Very clearly the Holy Spirit is speaking to many of you in this church today. വളരെ വ്യക്തമായി ഇന്ന് പകലിനകത്തുള്ള അനേകരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആന്റി, അപ്പച്ച, അമ്മച്ചി, അങ്കിൾ, പ്ലീസ് വിടാനുള്ളത് വിട്ടേക്കണേ പ്ലീസ്. ഇത് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, സഹോദര സഹോദരി, please leave something, whatever you can leave in your life from the carnal mind. Oh, the Holy Spirit is giving me a word now. Please open your Bibles to the book of 1 John chapter 3 verse number 10. Thank you Holy Spirit. Thank you Lord. പരിശുദ്ധാത്മാവ് എനിക്ക് വചനം തരുന്നു. ഒന്ന് യോഹന്നാന്റെ ലേഖനം 3:10. സ്തോത്രം. You look at that. Now in this the children of God and the children of the devil are manifest. Whoever does not practice righteousness nor of God, neither is he who does not love his brother or his sister. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. Pastor, this is very very powerful today. I am telling you church, വളരെ ശക്തമാണ് പ്രിയ ദൈവമേ. നീ ആരെങ്കിലും ഒരാളെ നീ വെറുപ്പോടെ ദേഷ്യത്തോടെ കാണുന്നുണ്ട്, നീ ദൈവ പൈതലല്ല, നീ പിശാചിന്റെ പൈതലാന്ന് 1 യോഹന്നാൻ 3:10 പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് അതിനെ മുന്നേ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാൻ തയ്യാറാണോ? Are you ready to surrender at the feet of the Lord today? Amen, amen, amen. Oh hallelujah. Thank you precious master. Thank you Holy Spirit. Thank you Holy Spirit. ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ അതിനെ ഇന്ന് പകൽ ഏറ്റുപറഞ്ഞ് സമർപ്പിക്കുവാൻ നമ്മൾ Glory to God, glory to God. I mean, അവൻ എത്ര ദ്രോഹി ആയിക്കോട്ടെ, എത്ര മോശപ്പെട്ടവനായിക്കോട്ടെ, can you just humble and say, കർത്താവേ, ഇങ്ങനെ ഒരു വചനം എൻ്റെ വേദപുസ്തകത്തിൽ നീ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അനുസരിക്കാത്തവനായിട്ട് ഞാൻ നിൽക്കാൻ ഇടയാകരുതേ ദൈവമേ. Oh hallelujah. Receive that power of the gift of grace today. Yes, praise. Give me the grace to oh Jesus, glory, glory, glory. Hallelujah. Hallelujah.
Thank you. Brother Luke chapter 17 verse number 4. ലൂക്കോസ് 17ന്റെ 4-ാമത്തെ വാക്യം. യെസ്, താങ്ക് യു സോ മച്ച്. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ലൂക്കോസിന്റെ 17ന്റെ 4-ാമത്തെ വാക്യം. Can you see that? ഒരാള് പാസ്റ്റർ മലയാളത്തിൽ വായിച്ചാട്ടെ. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. And in 7 times if he returns to you and saying that I'm sorry, the Lord Jesus says forgive him. നമുക്ക് എത്ര പേർക്ക് ഈ കപ്പാസിറ്റി ഉണ്ട്? 7 വട്ടം തെറ്റ് ചെയ്തിട്ട് 7 വട്ടവും സോറി പറഞ്ഞാൽ 7 വട്ടവും നമുക്ക് ക്ഷമിക്കാൻ കഴിയുമോ? നമ്മൾ എത്ര പേർക്കുണ്ട് ആ കപ്പാസിറ്റി? യേശു ക്രിസ്തു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ, നമ്മളെ ചുമ്മാ വാക്കുകൊണ്ട് പ്രസംഗം കാണിച്ചുകൊണ്ട് നടക്കാനല്ല നമ്മളെ വിളിച്ചേക്കുന്നത്. ആമേൻ. വെറുതെ പ്രസംഗിച്ചുകൊണ്ട് നടക്കാൻ ക്രൂശിലെ രക്തത്തിന്റെ ആവശ്യമില്ല. Such is the word of God. Oh yes, there is no need of the cross and the blood that was shed on the cross chumma to do some preaching, man. That anybody will do. പ്രസംഗിക്കാനാണെങ്കിൽ അവൻ ക്രൂശിൽ വന്ന് രക്തം ചിന്തേണ്ട കാര്യമില്ലായിരുന്നു. നമ്മുടെ പ്രസംഗം എന്നൊന്നും ഉണ്ടെങ്കിൽ it has to be connected with the word and rooted in Christ. നമ്മൾ പ്രസംഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ദൈവവചനവുമായിട്ടും കണക്റ്റഡ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കണം, അതിൽ ആഴമായി വേരൂന്നിയിരിക്കണം. Brothers sisters, നമ്മളെ കൊണ്ട് പറ്റുമോ ഇങ്ങനെ ക്ഷമിക്കാൻ? Brothers sisters, can we forgive like this? You know, the Holy Spirit is so strong today. In ഈ സഭയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ്, I can feel his cleansing power of God is there today. പരിശുദ്ധാത്മാവിന്റെ നിർമ്മലമാക്കുന്ന ശക്തി, വിശുദ്ധീകരിക്കുന്ന ശക്തി ഇന്ന് പകൽ സഭയ്ക്കകത്ത് ശക്തമായി ചലിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. Brother, sister, pastor, സഹോദരങ്ങളെ, pastor, I don't know, the Holy Spirit is giving me a word. എനിക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്ക് തരുന്നു. യേശു ക്രിസ്തു ചെയ്തതൊന്ന് കണ്ടു പഠിക്കാൻ പറയുക. Learn from what Jesus Christ has done. Turn to യോഹന്നാന്റെ പുസ്തകം, യോഹന്നാന്റെ സുവിശേഷം, the Gospel of John 17th chapter, അതിന്റെ 18th verse ഒന്ന് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 17ന്റെ 18 ഒന്ന് എടുക്കാമോ? Please വളരെ ഭയഭക്തിയോടെ ഒന്ന് വായിക്കണേ. Yes, thank you Jesus. Glory. Pastor, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തു പിതാവിനെ നോക്കി പറയോ, പിതാവേ എന്നെ നീ എങ്ങനെ അയച്ചോ അങ്ങനെ തന്നെ ഞാൻ ഇവരെ അയക്കുക. പക്ഷെ അതല്ല സിസ്റ്റർ ദീപ, that is not the point. The point is the next verse. Jesus Christ was saying to Father, as you send me to this world, I am sending this to this world. Look at verse number 90. For their sake, Lord, Jesus is saying, I will sanctify myself that they also may be sanctified. Oh Jesus, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും. Oh my pastor, യേശു തന്നെ വിശുദ്ധീകരിക്കാൻ എന്തുവാ ഉള്ളേ? Jesus Christ was himself, he was sanctifying. My dear brother, sister, ഞാൻ പറയുന്നത് നമ്മുടെ ഈ വേദപുസ്തകം ഉണ്ടല്ലോ, this is such a power packed bomb, man. നമ്മുടെ കയ്യിലുള്ള വേദപുസ്തകം അതീവ ശക്തിയുള്ള ഒരു ബോംബിന് തുല്യമാണ്. നമ്മളിങ്ങനെ കഷത്തി വെച്ചുകൊണ്ട് നടക്കുക, not knowing what is embedded in it today. ഇതിനകത്ത് എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് അറിയാതെ നമ്മൾ കഷത്തി വെച്ചുകൊണ്ട് നടക്കുകയാണ്. യേശു ക്രിസ്തു പിതാവിന്റെ സാന്നിധ്യത്തിൽ പോയി മുട്ടയിൽ നിന്ന് പറയും, പിതാവേ എന്നെ ശുദ്ധീകരിക്കണമേ, so that they may be holy. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു അത് ചെയ്തെങ്കിൽ ഒരു പാസ്റ്ററായിട്ട്, ഒരു ലീഡറായിട്ട്, ഒരു ചർച്ച് മെമ്പറായിട്ട് ഇരിക്കുന്ന നമ്മൾ ലോകത്തിലുള്ള മറ്റവർക്ക് വേണ്ടി എത്രത്തോളം കമന്ന് കടന്ന് കരഞ്ഞാ പറ്റും today. Even Jesus Christ was praying before the presence of God, Lord Father, sanctify me, so for that they should be sanctified themselves. If Jesus done that as a pastor, as a leader, how much more we should do the same prayer in the presence of God. We all have the audacity to sing a song during the time of worship. I am a child of God. What audacity, man. നമ്മൾ പാട്ടിന്റെ സമയത്ത്, ആരാധന സമയത്ത് ഞാനൊരു ദൈവവൈതലാണെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊരു അഹമ്മതിയാണുള്ളത്. I mean, I disrespect my God. I hate people around. And if you hate your brother, sister, you're not a child of God. And I don't set my mind on things above. And my prayer is not set as an evening sacrifice or as an incense. I don't have the perfection in me what the Heavenly Father wants me to have. I don't realize that I'm not living, but I think I'm living for a glorious life. And I live according to the world. My mind is set on earthly things. And I tell that I'm worshiping God. What kind of a miserable Christian living is this? ഞാൻ മറ്റൊരാളെ പകയ്ക്കുകയും ആരോടൊക്കെ വിരോധം സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ തന്നെ വന്ന് കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ, നീ വലിയവനാണെന്ന് പാടുമ്പോൾ, അവൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആരാധിക്കുമ്പോൾ എത്ര ദയനീയമായ, എത്ര പരിതാപകരമായ ഒരു വിശ്വാസിയായിട്ടാണ് ഞാൻ മാറുന്നത്. എൻ്റെ ഹൃദയം വചനപ്രകാരം ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ സഹോദരന്റെ ആത്മാർത്ഥമായി ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ പോലെ സഹതപിക്കപ്പെടേണ്ട ഒരു ക്രിസ്ത്യാനി ലോകത്തില്ല. Hallelujah. Praise the Lord. Thank you, Father. Amen.
ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്കൊന്ന് താഴ്ന്നിരിക്കാമോ? Let us be humble in the presence of the Lord. അതുകൊണ്ട് നമുക്കെല്ലാം അറിയാവുന്ന റോമർ 12:1 വാക്യം അല്ലേ, നിന്റെ ശരീരത്തെ ജീവയാഗമായി സമർപ്പിച്ചത് അതല്ലയോ നീ കൊടുക്കുന്ന ബുദ്ധിയുള്ള ആരാധന. റോമർ 12 നമുക്കറിയാം that you present your body as a living sacrifice, holy, acceptable to God, which is your reasonable service. Amen, amen. I mean, if we can just read that verse, അതൊന്ന് വായിക്കാമോ? I mean, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അതിന് നമ്മളെ കൊണ്ട് പറ്റുമോ? Can we do it? അങ്ങനെ പ്രസാദവുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ ഞാൻ ദൂഷിക്കാൻ പറ്റത്തില്ല, ഒരുത്തനോടും കുശുമ്പും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, എത്ര മോശപ്പെട്ടവനോടും ദേഷ്യം കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. കർത്താവേ, ഞാനൊരു ജീവയാഗമാപ്പ, അവരൊക്കെ എന്നെ എന്തും ചെയ്താലും അടിയെങ്കിൽ അടി, തൊഴിയെങ്കിൽ തൊഴി, റെഡി അപ്പച്ചാ. Oh, hallelujah, glory to God. I tell you, church, can we ask God for this cleansing today? ശുദ്ധീകരണത്തിനായിട്ട് കർത്താവിനോട് പറയാമോ? Brother, sister, ഇന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയോടെ ദൈവത്തിനും നമുക്കും എത്ര ദൂരമാണെന്ന് മനസ്സിലായോ? പരിശുദ്ധാത്മാവിൽ can you understand that how far you are from God because of these things? വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒക്കെ നല്ലതല്ലേ? Exodus Church, beautiful. When we look from outside, oh, it's so nice, that is Exodus Church. But will we be able to stand before the King of Kings and the Lord of Lords? പക്ഷേ നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ അടുക്കൽ അങ്ങനെ ധൈര്യത്തോടെ നമുക്ക് നിൽക്കാൻ കഴിയുമോ? My dear brothers and sisters, നമ്മുടെ പ്രായമോ നമ്മുടെ ബൈബിൾ നോളജോ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള വാചാലമോ, all this doesn't matter, brothers, sisters. അതൊക്കെ ഒന്ന് കുപ്പയിലോട്ട് കളഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ ഒന്നുമില്ല അപ്പച്ച, എന്നെ താഴ്ത്തുന്ന അപ്പച്ച എന്ന് പറയാമോ? നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വാക് സാമർഥ്യമോ നമ്മുടെ ജോലിയോ സ്റ്റാറ്റസോ പദവിയോ എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ അപ്പാ, ഐ ആം നത്തിങ്, ഐ ആം നോബഡി, ഞാൻ ഒന്നുമല്ല എന്നൊന്ന് സമർപ്പിക്കാൻ കഴിയുമോ? ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര പേര് റെഡിയാ അഭിമാനം നോക്കാതെ? Can you raise your hand? Jesus, കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. Ask you somebody. Lord, I want how you many to. of you are ready to submit yourselves in the presence Please of the cleanse Lord? me today, Lord. Lord, എന്നെ കർത്താവിനെ Oh ശുദ്ധീകരിക്കണമേ. Jesus, I give you thanks for your presence, Master. സാന്നിധ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു. Holy Spirit, I thank you for your move so wonderful today. കർത്താവേ, ഇന്ന് പകൽ അങ്ങ് ശക്തമായി ചലിച്ചതിനായി നന്ദി. Oh, that we are able to feel your love today, Master. അങ്ങയുടെ സ്നേഹത്തെ അനുഭവിക്കാൻ ഞങ്ങളെ ഇടയാക്കിയതിനായി നന്ദി. Jesus, we surrender at your feet. We are sorry, Lord. I'm sorry, Appa. Hallelujah. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ. Appa, I'm really sorry. Please forgive me, വാസ്തവമായി ഞാൻ ഖേദിക്കുന്നു, വാസ്തവമായി ഞാൻ ഖേദിക്കുന്നു. Appa, I'm not worthy to come to your presence. നിന്റെ പ്രസൻസിൽ വരാൻ ഞാൻ യോഗ്യനല്ല. But thank you for your love that you got us here today. അങ്ങയുടെ സ്നേഹം എന്നെ ഇവിടെ കൊണ്ടുവന്നതിനായി നന്ദി. Lord, I respect you, Master. അങ്ങയെ ഞാൻ ആദരിക്കുന്നു. അങ്ങയുടെ പാദത്തിൽ ഞാൻ നമസ്കരിക്കുന്നു. Lord, I humble upon your I give you all the glory. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. Amen. Amen. Amen.